2024 ഇന്ത്യൻ സിനിമാ വ്യവസായ രംഗത്ത് ഒരുപക്ഷെ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നൊരു വർഷമായിരിക്കും. 2024 ജൂൺ 27-ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന കൽക്കി 2898 AD എന്ന സിനിമ റിലീസാവാൻ പോവുകയാണ്. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, അതുപോലെ നമ്മുടെ കമൽ ഹാസൻ തുടങ്ങിയവരൊക്കെയാണ് അതിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ഇന്ത്യൻ കൾച്ചറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ, അതോടൊപ്പം തന്നെ ആധുനിക ടെക്നോളജി, ഏലിയൻസ്, ഇതൊക്കെ കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒരുങ്ങുന്ന ഒരു ഒന്നാന്തരം ബ്രഹ്മാണ്ഡ ചിത്രമാണിതെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു കാറ് ഇപ്പോൾ രാജ്യത്തും രാജ്യാന്തര തലത്തിലുമൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമാവുന്നുണ്ട്. ബുജി എന്നാണ് ഈ കാറിൻ്റെ പേര്. ഈ കാണുന്ന കാറ്, ഈ ഒരു വാഹനം ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. അതായത് നമ്മുടെ പ്രഭാസ്, നായകനായിട്ട് എത്തുന്ന പ്രഭാസ് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണിത്. ഭാവിയിലെ ഒരു വാഹനമായിട്ടാണ് ഇതിനെ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് മഹീന്ദ്രയും ജെ മോട്ടോഴ്സും കൂടെ ചേർന്നാണ്. 6 ടണ്ണാണ് ഈ ഒരു വാഹനത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. 3 വീലുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു റിമ്മിന്റെ സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 34.5 ഇഞ്ചാണ്. ഇതിലെ ടയറുകളും നമ്മൾ ഇന്ന് വരെ കണ്ട് പരിചയിക്കാത്ത ഒരു ഒരു പാറ്റേൺ ഒക്കെയാണ് ഇതിൽ കാണുന്നത്. സൈസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിലെ ആ ഒരു പാറ്റേൺ ആണെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ടി സിയാറ്റ് എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ചു കൊടുത്തൊരു ടയറാണിത്. ഏകദേശം 6075 മില്ലിമീറ്റർ ലെങ്ത്, 3380 മില്ലിമീറ്റർ വിഡ്ത്ത്, ഏതാണ്ട് 2186 മില്ലിമീറ്റർ ഹൈറ്റും ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഇതിന്റെ റിവ്യൂകളും മറ്റുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഒരുപാട് മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വലിയ ചർച്ചാ വിഷയമാവുകയാണ് ഈ കാറ്. പ്രഭാസ് തന്നെ നേരിട്ട് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ വാഹനത്തിൽ വരുന്നതൊക്കെ വലിയ രീതിയിൽ വൈറലായി മാറിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ത്യൻ സിനിമയുടെ മുഖഛായ തന്നെ മാറുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും അധികം സിനിമകൾ പ്രതിവർഷം ഇറക്കുന്നത് ഇന്ത്യയാണ്. ആ സിനിമകളുടെ നിലവാരം ഉയരുന്നതോടുകൂടി നിലവിൽ ഏറ്റവും അധികം സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഹോളിവുഡ് പോലെയുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ചൈനീസ് ഫിലിം ഇൻഡസ്ട്രി ഒക്കെ മറികടന്ന് ഇന്ത്യക്ക് മുന്നേറാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇന്ന് ഇന്ത്യൻ സിനിമകൾ നമ്മൾ അറിയപ്പെടുന്നത് തന്നെ പാൻ ഇന്ത്യൻ മൂവീസ് എന്നാണ്. അത് പാൻ വേൾഡ് മൂവീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകമൊട്ടാകെ ഈ സിനിമകൾ ഇന്ന് റിലീസിന് എത്തുന്നുണ്ട്. വിവിധ ഭാഷകളിൽ എത്തുന്നുണ്ട്. ഇന്ത്യക്കകത്ത് തന്നെ പല ഭാഷകളിൽ പുറത്തിറങ്ങുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലും പല ഭാഷകളിൽ സിനിമ ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സിനിമാ വ്യവസായം ഒരു വലിയ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇപ്പോഴുള്ളതിൻ്റെ പല മടങ്ങ് വലുതായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വളരെ പ്രതീക്ഷയോടെ പുറത്തിറങ്ങുന്ന കൽക്കി എന്ന് പറയുന്ന സിനിമ, ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ഇന്ത്യൻ സിനിമയിൽ ഇത്തരം പരീക്ഷണങ്ങൾ വളരെ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കം. ഈ തുടക്കം നമുക്ക് വലിയ വിജയമായി മാറുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ബാഹുബലിയിലൂടെ തുടങ്ങി വെച്ച വലിയ ഒരു മുന്നേറ്റം ഇന്നിപ്പോൾ കൽക്കി 2898 റിലീസിന് തൊട്ട് മുമ്പ് എത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ സിനിമാ വ്യവസായം ഒരുപാട് വളർന്നിട്ടുണ്ട്. മലയാള സിനിമകൾ പോലും 100 കോടി 200 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തമിഴ് സിനിമാ വ്യവസായം വളരുന്നുണ്ട്. തെലുങ്ക് ഇൻഡസ്ട്രി ഭയങ്കരമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ സിനിമാ രംഗത്ത് നമ്മുടെ ബോളിവുഡിനെ പോലും മറികടക്കുന്ന മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. ബോളിവുഡിലും സിനിമയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സൂപ്പർ ഹിറ്റ് സിനിമകൾ, വലിയ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്ന സിനിമകൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ. ജൂൺ 24-ലാണ് കൽക്കി എന്ന് പറയുന്ന മൂവി റിലീസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ വിജയമായിട്ട് ഇത് മാറട്ടെ.